الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تعاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تعضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تعاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراب أكلا لما وتحبون المال حبا جما. ചെറിയ നീണ്ട നിർത്തല്ലാതെ കെല്ല കഴിഞ്ഞിട്ട് ബല്ല ബല്ല എന്ന് ഓതണ്ട. എന്ത് എഴുതിയാൽ മതി? ആദ്യത്തെ ലാമിന് സുക്കൂനല്ലേ, ബൽ എന്നുള്ള ലാമിന് സുക്കൂനാണ്. അപ്പം ഈ ഇതിലേക്ക് ഇത് കൊണ്ട് ഇതാം ചെയ്യും. അപ്പം എന്തുണ്ടാവില്ല, ഈ ബ ഇതിലേക്ക് ഇടിച്ചാടും. ബല്ല ബല്ല എന്ന് ഓതണ്ടെന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് കല്ല ബല്ല ഒക്കെ 2 കതിർ കിട്ടിയാൽ മതി. പിന്നെ തുക്രിമൂന അമു 2 കതിർ കിട്ടുക. അൽ യതീം എന്ന് കൂട്ടി ഓതുമ്പോൾ എന്തുണ്ടാവില്ല, ആ അലിഫിന് ഈ പിന്നെ ഇത് വസിലിൻ്റെ അംസിയാണ്. അൽ യതീമിലത് വസിലിൻ്റെ അംസിയാണ്. കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, ലാമിന് ഉച്ചാരണം ഉണ്ടാവും. അപ്പം തുക്രിമൂനൽ യതീം. യതീം എന്തുകൊണ്ട് നമ്മൾ നിർത്തണം അങ്ങനെ? യതീം എന്നുള്ള നീട്ടി നിർത്താനുള്ള കാരണം ഈ ആണ്. യതീമ എന്നാണ് അവിടെ ഉള്ളത് അല്ലേ, യതീമ എന്നാണുള്ളത്. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പം അതിന് സുക്കൂനാവും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ യാ ഉണ്ട്, മദ്ദിൻ്റെ അക്ഷരമുണ്ട്, പിന്നെ ഒരു ഹറക്കത്തുള്ള അക്ഷരമുണ്ട്, പിന്നെ എന്തുണ്ട്, വഖഫും വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നാൽ 4 മുതൽ 6 കതിർ വരെ നീട്ടി ഉച്ചരിക്കണം. അപ്പോൾ ആയത്ത് എങ്ങനെ ഓതണം? കല്ല ബല്ല തുക്രിമൂനൽ യതീം. ഒന്ന് ഓതി വയ്ക്കാന്. അവിടെ യതീമാണ് ശ്രദ്ധിക്കാണ്ട്. രണ്ടാമത്തെ വലാ തഹാലൂന. തഹ നീട്ടണം, പലരും നീട്ടിയിട്ടില്ല. എന്താ കാരണം? തഹ എന്ന അലിഫണ്ടിൽ നിങ്ങൾ ഇത് മദ്ദിൻ്റെ അക്ഷര. പിന്നെ ലൂ ഷെദ്ദുള്ള വന്നിട്ടില്ലേ, ലു തഹാലു ഷെദ്ദാണല്ലോ. ഷെദ് എന്താണ്? ല് പ്ലസ് ല ആണ് ഷെദ് വന്നത് അല്ലേ, ലു ആണ് എന്ത് ചെയ്യുന്നത്, തഹാലു. അപ്പം ഈ അലിഫിൻ്റെ ശേഷം സുക്കൂനുള്ള അക്ഷരാണ്. ഇതാണ് നിയമം. അലിഫ് വാവ് എന്നീ മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് അസ്ലിൽ സുക്കൂനുള്ള അക്ഷരം വരാം. ഇവിടെ ല് എന്ന് സുക്കൂനുള്ള അക്ഷരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പോൾ ഉദാഹരണമായിട്ട് അൽ ഹാഖ, അവിടെ ക എന്നാണ്, ഹാക്ക് എന്നുള്ളിടത്ത് ക ആണ് ഹാക്ക്. അപ്പോൾ ഈ സുക്കൂനുള്ള അക്ഷരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹാ നമ്മൾ നീട്ടേണ്ടത് അൽ ഹാഖ. അതേപോലെ വലാ തഹാലൂന, വലാ തഹാലൂന ലു 2 കതിർ നീട്ടിയാൽ മതി. തഹ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. പിന്നെ അലാ ത്വആമിൽ മിസ്കീൻ, അവിടെയും അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. മിസ്കീൻ എന്ത് ചെയ്യണം? നേരത്തെ നമ്മൾ യതീം പറഞ്ഞതുപോലെ അലാ ത്വആമിൽ മിസ്കീൻ. ആയത്തൊന്ന് ഓതിയിട്ട് ഒന്നുകൂടി ഓതിക്കാൻ വല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് തഹ ആണ് കേട്ടോ. പിന്നെ അവിടെ ഉച്ചരിക്കണം, അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ലു 2 കതിർ. പിന്നെ അത്തുറാസ എന്നുള്ളടത്തിൽ അലിഫിനും ലാമിനും ഉച്ചാരണമല്ല. അപ്പോൾ ഓതേണ്ടത് വതഅകുലൂനത്തുറാസ, വതഅകുലൂനത്തുറാസ 2 കതിർ കിട്ടിയാൽ മതി. പിന്നെ അക്ലൻ ലമ്മ, അക്ലൻ അവിടെ ലൻ എന്ന തൻവീനുണ്ട്, പിന്നെ ലാമും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ഗാം ഉണ്ടാവും, പിന്നെ മണിക്കൽ ഉണ്ടാവില്ല. എന്ത് ചെയ്യും? ലാമിലേക്ക് ഇദ്ഗാം ചെയ്യും എന്ന് പറഞ്ഞാൽ ബിലാ കുഞ്ഞയാണ്. അപ്പോൾ എങ്ങനെ ഓതണം? മണിക്കാൻ പാടില്ല. അക്ലൻ ലമ്മ, അക്ലൻ ലമ്മ. അപ്പം തുറാസ അക്ലൻ ലമ്മ. നോക്കി
ആ ലമ്മ പിന്നെ ഒരു അലിഫ് കൂടിയാണ് നീട്ടി വെച്ച് വഖഫ് ചെയ്യണുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ലമ്മ അമീമ് 2 കതിർ എന്ത് ചെയ്യണം? പിന്നെ വതുഹിബ്ബൂന അവിടെ പിന്നെ ബാബ് 2 കതിർ. വതുഹിബ്ബൂനൽ മാല അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിൻ്റെ അംതിയാണ്. പിന്നെ ഹുബ്ബം ജമ്മ അവിടെ എന്ത് ചെയ്യണം? ബൻ എന്നുള്ള ആ ഫത്തഹ് തൻമീനിലെ ജീമിലേക്ക് എന്ത് ചെയ്യണം? യഹ്ഫ ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവും? പിന്നെ ഉന്നത്തുണ്ടാവും. അപ്പോൾ ഓതേണ്ടത് വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ഒന്നുകൂടി ഓദിക്കാൻ. ആ 2 ഒന്നുകൂടി. വതഅകുലൂന തുറാസ എന്തെങ്കിലും അതിൽ തജ്വീദ് ഡൗട്ട് ഉണ്ടോ? അർത്ഥം പറഞ്ഞോളൂ. അല്ല എന്നാണ് പദത്തിന്റെ അർത്ഥം. നേരത്തെ എന്തോ കാര്യം പറഞ്ഞാണ്, നിങ്ങൾ വിചാരിച്ച പോലെയല്ല കാര്യം. കല്ല ബൽ പക്ഷേ എങ്കിൽ ലാ തുക്രിമൂന ലാ ഇല്ല തുക്രിമൂന നിങ്ങൾ ആദരിക്കുന്നില്ല അൽ യതീമ അനാഥെ. അപ്പോൾ കാര്യം അങ്ങനെയല്ല, കാര്യം ഇങ്ങനെയാണ്. എന്താണ്? നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. അടുത്ത ആയത്ത് എന്തേനു? വലാ തഹാളൂന എന്താ? നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നില്ല. എന്തിന്? അലാ ത്വആമിൽ മിസ്കിൻ പട്ടിണിപ്പാവത്തിന് ആഹാരം നൽകാൻ നിങ്ങൾ പ്രോത്സാഹനവും നൽകുന്നില്ല. അപ്പം യതീമിനെ നിങ്ങൾ ആദരിക്കണില്ല, പട്ടിണിപ്പാവത്തിൻ്റെ മിസ്കീനായ സാധുവിൻ്റെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രോത്സാഹനവും നൽകുന്നില്ല. പിന്നെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. എന്താ? അനന്തരമായി ലഭിച്ച സ്വത്ത്. തുറാസ് പറഞ്ഞാൽ അൽ മാലുൽ മൗറൂസ് എന്നാണ് മുഫസ്സിറുകൾ അതിനർത്ഥം കൊടുത്തത്. അനന്തരമായി ലഭിച്ച സ്വത്ത് നിങ്ങൾ ഭുജിക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഭുജിക്കുന്നത്? അഖിലല്ലമ്മ വാരിക്കൂട്ടി നിങ്ങൾ തിന്നുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട് തിന്നുന്നു. പിന്നെ വതുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അൽ മാല ഹുബ്ബൻ അങ്ങേയറ്റത്തെ ഇഷ്ടം. ജമ്മ അതിശക്തമായ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പിന്നെ താല്പര്യമായ സമ്പത്തിനോട് നിങ്ങൾക്കുള്ളത് എന്നർത്ഥം. തിരിച്ചു വരാം. കല്ല എന്താണത്? ആ പദത്തിന് ഒരു ആശയമുണ്ട്. എന്താ കല്ല എന്ന് പറഞ്ഞത്? എന്താ ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ തോന്നുന്ന ആശയം? കല്ല എന്ന് പറഞ്ഞെടുത്ത് ഒരു സജറുണ്ട് എന്നാ, ഒരു ആക്ഷേപിക്കലുണ്ട്. പിന്നെന്താണ്? നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോലും ഉണ്ട്. ഒരാക്ഷേപത്തിൻ്റെ അതുണ്ടാവുണ്ട്, പിന്നെ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് പറയാ? കല്ല. അപ്പൊ നേരത്തെ ഇപ്പം നമ്മൾ എന്തേ പറഞ്ഞിരുന്നത്? എന്നാലേ ഇപ്പോൾ കിട്ടുള്ളൂ. ആയത്തൊന്ന് ഓതിയേക്കനി. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു ഫഅക്രമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മറ്റൊന്ന് വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. മനുഷ്യന് അല്ലാഹു തആല സൗഖ്യം നൽകുകയും പിന്നെ സമ്പത്തൊക്കെ നൽകുകയും ചെയ്താൽ ഓൻ എന്തു പറയും? അല്ലാഹ് എന്നെ ബഹുമാനിച്ചു, ആദരിച്ചു. അല്പം പിന്നെ പരിമിതപ്പെടുത്തിയാൽ, ഇടിസാക്കി കളഞ്ഞാൽ അവൻ പറയുന്നത് അല്ലാഹു എന്നെ അപമാനിച്ചു. അപ്പം മനുഷ്യന്റെ ഒരു ചിന്താഗതിയാണെന്ത്? പണം എനിക്ക് കിട്ടിയത് അല്ലാഹ് എന്നെ ആദരിച്ചുകൊണ്ടാണ്, പണം ഉണ്ടായതുകൊണ്ടാണ്
അള്ളന്നെ ആദരിച്ചത്, നിങ്ങളെ അപമാനിച്ചത് എന്താ, പണം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന ധാരണ തിരുത്താനാണ് എന്ത് കൊണ്ടുവന്നത്. കല്ല, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല കാര്യം ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ബൽ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള കാര്യം എന്താണ്? ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ എന്ത് ചെയ്യണില്ല, യതീമിനെ എന്ത് ചെയ്യണില്ല, ആദരിക്കണം. യതീമിന് ഭക്ഷണം കൊടുക്കണില്ല എന്നാണോ പറഞ്ഞത്? അല്ല, യതീമിന് ഭക്ഷണം കൊടുക്കണില്ല എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താണ്, യതീമിനെ നിങ്ങൾ ഇക്റാം തക്രീം ചെയ്യുന്നില്ല എന്നുള്ളതാണ് അല്ലാഹു തആല. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ മനസ്സിൽ അവൻ കണക്ക് കൂട്ടുന്ന ഒരു തുലാസ് ഉണ്ട്. ആ തുലാസ് എന്താണ്? സമ്പത്താണ് എല്ലാത്തിൻ്റെയും മാനദണ്ഡം എന്ന ആ തുലാസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യാണ്? ആകെ ഇടിച്ച് പൊളിച്ച് കളയാണ്. അതല്ല യഥാർത്ഥത്തിൽ നിങ്ങളിൽ ഉണ്ടാവേണ്ട തുലാസ്. സമ്പത്തുണ്ടാകുമ്പോൾ യതീമിനെ ആദരിക്കണം എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കണം. നോക്കി നിങ്ങൾ, ഇവിടെ ധന്യതയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാനദണ്ഡം. അതേപോലെ ദാരിദ്ര്യമാണ് അള്ളാഹുവിൻ്റെ കോപം എന്നാണല്ലോ മനുഷ്യർ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ സമ്പത്ത് ഇപ്പം നമ്മളോട് ചോദിക്കുന്ന പോലെയാണ്. ആ സമ്പത്തിൻ്റെ ഉടമയോട് ചോദിക്കണം, മിൻ ഐന അഹത്തനി, ഓ മനുഷ്യ, സമ്പന്നനെ ആയ മനുഷ്യ, എവിടുന്നാണ് ഈ സമ്പത്ത് എടുത്തത്? വഫീമ അംഫത്തനി, എവിടെയാണ് നീ എന്നെ ആ സമ്പത്ത് ചോദിക്കുന്ന പോലെ എവിടെയാണ് നീ എന്നെ അതിനെ ചെലവഴിച്ചത്? അതേപോലെ ഫക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഫക്കർ എന്താ ചോദിക്കുന്നത്? ഇനി ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ നിനക്ക് ക്ഷമിക്കാൻ സാധിച്ചോ? അതേപോലെ ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസം നിനക്കുണ്ടായോ എന്ന് ചോദിക്കുകയാണ് ഈ അതുകൊണ്ടാണ് കല്ല ബല്ല തുക്രിമൂനൽ യതീം എന്ന് പറഞ്ഞതിലുള്ള ഒരു സൂത്രം. ഇനി സമ്പത്തിനെ പറ്റി ചോദിച്ചു നോക്കുങ്ങളെ. അല്ലാഹു തആല സമ്പത്തിനെ അങ്ങോട്ട് അടിച്ച് ആക്ഷേപിക്കല്ല ഇവിടെ ചെയ്യണത്. ആക്ഷേപിക്കാണോ? അല്ല, മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു ചിന്താഗതിയാണ് മാറ്റുന്നത്. സമ്പത്ത് എന്താണ്? സമ്പത്ത് എന്ന് പറയുന്നത് കത്തി പോലെയാണ്. ഈ കത്തിൻ്റെ പ്രത്യേകത എന്താ? കത്തിൻ്റെ പണ്ടൊരു ഇതിലൂടെ പറഞ്ഞാൽ പ്രശ്നമാവുമോ എനിക്കറിയില്ല. ഒരാൾ പ്രസംഗിച്ച പ്രസംഗം അറിയില്ല നിങ്ങൾക്ക്? മല്ലാക്കാൻ്റെ കത്തി ആർക്കെങ്കിലും അറിയോ? ഇല്ല. കോഴിക്കോട് നിന്നാണ് പറഞ്ഞത്. മല്ലാക്കാൻ്റെ കത്തി കോയിനറുക്കാനുള്ളത് മാത്രമല്ല, ബാക്കി ഞാൻ പറയണ്ടല്ലോ, മനുഷ്യനെയും നർത്തം. അപ്പം അങ്ങനെ ഒരാൾ നമ്മൾ ഉണ്ടായിന്. അപ്പോൾ അത് നിങ്ങൾ ഗൂഗിൾ അടിച്ചു വയ്ക്കാൻ മതി. എന്ന് പറഞ്ഞാൽ കത്തി എന്തിനാ? കത്തിൻ്റെ ഉപയോഗം എന്താ? കത്തി മനുഷ്യനെ കൊല്ലാനും പറ്റും എന്നാണ് അയാൾ പറയുന്നത്. കത്തി നമുക്ക് ഫ്രൂട്ട്സ് ഭക്ഷണം പാകം ചെയ്യാനും ഫ്രൂട്ട്സ് വെട്ടാനും അങ്ങനെ പല നല്ല നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. എന്നാൽ അതേ കത്തി കൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങളെ കൊല ചെയ്യാനും ആ കത്തി ഉപയോഗിക്കാം, അല്ലേ? അപ്പൊ കത്തിക്ക് രണ്ട് ഉപയോഗമുണ്ട്. ഇതന്നെയാണ് സമ്പത്ത് എന്ന് പറയുന്നതും. സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് ചെയ്യുമ്പോൾ എന്താണ് അത് നല്ലതാണ്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹുവിന് കോപമുള്ള കാര്യത്തിൽ ആ സമ്പത്ത് ഉപയോഗിക്കുമ്പോഴോ അത് ഏറ്റവും വലിയ അപകടവുമാണ്. അതാണ് കത്തി പോലെയാണ് സമ്പത്ത് എന്ന് പറയാനുള്ള. അപ്പം സമ്പത്തല്ല, ഈ കത്തിയല്ല ഇവിടെ പ്രശ്നം. കത്തി അനുഗ്രഹമാണ്, സമ്പത്തും അനുഗ്രഹമാണ്. പക്ഷേ ആ കത്തി ഉപയോഗിക്കുന്നിടത്താണ് എന്ത് ചെയ്യുന്നത് പ്രശ്നം. അതേപോലെ നമുക്ക് അള്ളാഹു അനുഗ്രഹിച്ച് നൽകിയ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നു, എങ്ങനെ അത് നേടിയെടുത്ത്, അവിടെയാണ് പ്രശ്നമുള്ളത്. ആ ചിന്താഗതിയാണ് മാറ്റേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ചിന്താഗതി വരാനുള്ള കാരണം നിങ്ങൾ സമ്പാദിച്ച മേഖല, എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണത് ചെലവഴിച്ചത്, അത് രണ്ടും നോക്കണം, അതിൻ്റെ ഉപയോഗം നോക്കണം. അപ്പോഴേ സമ്പത്ത് എന്ത് ചെയ്യാവൂ, അനുഗ്രഹമായി മാറും. അല്ല സമ്പത്തല്ല പ്രശ്നം എന്നർത്ഥം. രണ്ടാമത്തത് അല്ലാഹു തആല പറയുന്നത് ബല്ലാ തുക്രിമൂനൽ യതീം എന്ന കാര്യം എങ്ങനെയാണ്? ലാ തുക്രിമൂന, എന്തിനാ ഈ ബല്ല് കൊണ്ടുവരുന്നത്? ബല്ലെന്തിനാ കൊണ്ടുവരുന്നത്? ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ഹുക്മ് പറയും, അല്ലേ? ഇപ്പോൾ ഇതെന്താണ്? ഇതിനിപ്പോൾ എന്താ നിങ്ങൾ പറയാ? ഇത് പേനയാണ് എന്ന് പറഞ്ഞു വിട്ടാ,
ഇത് പേനയാണ്. ഞാൻ പറയാണ് ഇത് അങ്ങനെയല്ല, ഇതെന്താണ്, ഒരു മാർക്കറാണ്, പേന തന്നെയാണ് അല്ലേ. അപ്പം ആദ്യം പറഞ്ഞ പേന എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റം ഉണ്ടാവും അല്ലേ. ആ പാടൈറ്റത്തിൽ നിന്ന് ആ ഹുക്കുമ് മാറ്റിയിട്ട് വേറൊരു ഹുക്കുമ് കൊണ്ടുവരികയാണ്. ഇത് ബോർഡിൽ എഴുതാനുള്ള മാർക്കറാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. അവിടെയാണ് കൊണ്ടുവരിക, ബൽ കൊണ്ടുവരിക അറബി ഭാഷയിൽ. മനസ്സിലാവുണ്ടോ? ഒരു കാര്യം നമ്മൾ തിരുത്തിയിട്ട് ആ തിരുത്താനുള്ളതാണ് എന്ത്, ബൽ. നമ്മൾ നാടൻ ഭാഷ അങ്ങനെയല്ല ഇങ്ങനെ എന്ന് പറയില്ല നമ്മൾ. അവിടെയാണ് എന്ത് ഉപയോഗിക്കുക. അപ്പം കാര്യം ഇങ്ങനെയാണ്. സംഗതി എന്താ, ലാ തുക്രിമൂനൽ യതീം, നിങ്ങൾ യതീമിന് ഭക്ഷണം നൽകുന്നില്ല എന്നല്ല പറഞ്ഞു, ആണോ? അല്ല, യതീമിന് ഭക്ഷണം നൽകലും ഏതിൽ പെട്ടിന്, ലാ തുക്രിമൂനൽ യതീം എന്നതിൽ പെട്ടിന് അല്ലേ. ഭക്ഷണം നൽകാത്തതും അതിൽ പെട്ടിന്. അപ്പൊ യതീം എന്ന് പറയുന്നത്, നിങ്ങൾ ചെറിയ ഗ്ലാസ് കണ്ടിട്ടില്ലേ, നേരിയ ഗ്ലാസ്, അതേപോലെയാണ്. ആ യതീമിൻ്റെ ആ ഗ്ലാസ് നോക്കുമ്പോൾ അതിന് ചെറിയ പൊട്ടൊന്നും പെട്ടെന്ന് കാണൂല. പക്ഷേ നിങ്ങൾ പറയുന്ന വാക്ക് എന്തുണ്ടാവും, ആ മനസ്സിൽ പൊട്ടലുണ്ടാക്കും. സാധാരണ ഒരു കുട്ടിയോട് പറയുന്ന പെരുമാറുന്ന രൂപത്തിൽ യതീം കുട്ടിയോട് പെരുമാറിയാൽ എന്താ, അവിടെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ അവിടുന്ന് എന്ന് നമ്മളെ മക്കളോട് പറയുന്ന പോലെ അല്പം പരുഷമായി യതീം കുട്ടികളോട് പെരുമാറിയ ആ നമ്മളെ സ്വന്തം കുട്ടികളോട് പെരുമാറുന്നതും കുട്ടികളോട് അതേ വാക്ക് പറയുന്നതും വ്യത്യാസം ഉണ്ടാവും. കാരണം പോലെ മനസ്സിൽ എന്തുണ്ടാവും, ചെറിയ വിള്ളൽ വരും ആ ഒരൊറ്റ വാക്ക് തന്നെ. അതുകൊണ്ട് അള്ളാഹു തആല എന്ത് പറയുന്നത്, തുക്രിമൂന, അവരെ ആദരിക്കണം എന്നുള്ളതാണ്, ബഹുമാനിക്കണം എന്നുള്ള. അപ്പൊ നോക്കി നിങ്ങൾ, ഇസ്ലാം വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും മാത്രം റിയായത്ത് ചെയ്യണോ അഥവാ പരിഗണിക്കുന്നു എന്നുള്ളതിനുള്ള തെളിവാണ് ഇത് ബൽ ലാ തുക്രിമൂനൽ യതീം എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, അന വകാഫിലുൽ യതീം ഫിൽ ജന്നത്തി ഹാക്കദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടുവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നബി പറഞ്ഞു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. അപ്പൊ ആ സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത്, യതീമിനെ ആദരിക്കുക എന്നുള്ളത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യണ ഹദീസിൽ അത് കാണാം. അപ്പം ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് യതീമിനെ ആദരിക്കേണ്ടത്, ആ യതീം കുട്ടിയുടെ ആ കുട്ടിയാണെങ്കിൽ അവൻ വളരുന്നവരെ ഓൻ്റെ സമ്പത്ത് എന്ത് ചെയ്യണം, നമ്മളെ കീഴിലൊരു യതീം കുട്ടി ഉണ്ടെങ്കിൽ അവൻ്റെ സമ്പത്ത് നമ്മൾ സംരക്ഷിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ അവനെ ആദരിക്കണം. അവൻ്റെ മുഖത്ത് നമ്മൾ പുഞ്ചിരി വിടർത്തണം. അവൻ പറയുന്ന സംസാരം നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. അവന് വിശ്വാസം നൽകണം, അവനോട് കാരുണ്യം ചെയ്യണം. അതേപോലെ തന്നെ മറ്റുള്ളവരെക്കാൾ കുറവുള്ളവനാണ് എന്ന ഒരു അപകർഷത ബോധം ഉണ്ടാകാൻ പാടില്ല. ഈ രൂപത്തിൽ യതീമിനെ എന്ത് ചെയ്യണം, വളർത്തുന്നതിനാണ് ഇക്റാമുൽ യതീം, തുക്രിമൂനൽ യതീം എന്ന് പറയുന്നത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ നേരത്തെ പഠിച്ചു പോയി, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. എന്താ അതിൻ്റെ അർത്ഥം? യതീമിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അട്ടഹസിച്ച് കയർത്ത് സംസാരിക്കാൻ, അവരോട് ആ രൂപത്തിൽ അടിച്ചമർത്താൻ പാടുള്ളതല്ല യതീമിനെ എന്നുള്ള. പ്രായപൂർത്തിയാവുന്നവരെ, എപ്പോഴാണോ അതിന് ബുലൂഹത്തുന്നത് അതാണ് യതീം എന്ന് പറയുന്നത്. അതും പിതാവില്ലാത്ത ആൾക്കാണ് എന്ത് പറയാ, എന്തുകൊണ്ടാ മാതാവില്ലാത്ത ആൾക്ക് പറയില്ല? കാരണം ഒരു പിതാവിൻ്റെ സംരക്ഷണമാണ് ബുലൂഹ് വരെ അവന് വേണ്ടത്. അപ്പോൾ ആ ഒരു കയ്യാണ് നമ്മൾ അതിന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ, ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂൽ, എൻ്റെ ഹൃദയം കടുത്തു പോണു, എൻ്റെ ഹൃദയം ഒരു സോഫ്റ്റ് ആവണില്ല, പല സന്ദർഭങ്ങളിൽ എൻ്റെ ഹൃദയം കടുത്തു പോണു നബിയെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് പരിഹാരമായി പറഞ്ഞോട്ട്, ഇതാ അറത്ത അൻ യലീന കൽബക്, നീ ഹൃദയം ലീനമാക്കാൻ, സോഫ്റ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഅത് അമിൽ മിസ്കീൻ, പട്ടിണി പാവത്തിന് ഭക്ഷണം കൊടുക്കുക. വംസ റഅ്സൽ യതീം, യതീമിൻ്റെ തലയോടുക എന്നാണ്. നോക്കി നിങ്ങൾ, ആ യതീമിന് ഒരു തലയോടൽ തന്നെ ഏറ്റവും വലിയ ഇക്റാമാണ്. നിങ്ങൾ കുറേ ഭക്ഷണം കൊടുക്കുന്നതിനെക്കാട്ടിലും അതേപോലെ മറ്റ് സൗകര്യം കൊടുക്കുന്നതിനെക്കാട്ടിലും ഓൻ ആദ്യം കിട്ടേണ്ടത് എന്താ, ഈ പിതാവിൽ നിന്ന് കിട്ടുന്ന തലയോടലാണ്, ആ സ്നേഹമാണ്, ആ ആദരവാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ
ബൽ ലാ തുക്രിമൂനൽ യതീം. ഓൻ്റെ സമ്പത്ത് കൊടുക്കണമെന്നോ ഭക്ഷണം കൊടുക്കണമെന്നോ അതൊന്നുമല്ല വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. മറിച്ച് പറഞ്ഞത് എന്താ? യതീമിനെ ആദരവ് കൊടുക്കുക അവന് എന്നുള്ളതാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ നമ്മൾ പഠിച്ചു ഇല്ലേ? മതത്തെ കളവാക്കുന്നവനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ്? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. യതീമിനെ അനാഥയെ തള്ളിക്കളയുന്ന ആട്ടിയോടിക്കുന്നവനാണ്. പോ എന്ന് പറഞ്ഞിട്ട് ആട്ടിയോടിക്കുന്നവനാണ് മതത്തെ കളവാകുക. അപ്പം നോക്കി നിങ്ങൾ, മതത്തിൻ്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞിട്ടുള്ളത്? ഈ യതീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം യതീമിനോട് പെരുമാറുക എന്നുള്ളത് എന്താണ്? ദീനിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ഹക്കീക്കത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്നതാണ് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവത്തിൽ, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. എന്താണ്? അന വകാഫിൽ യതീം ഫിൽ ജന്നത്തി ഹാക്കദ എന്ന് പറഞ്ഞല്ലോ അല്ലേ? അവിടെ നോക്കി നിങ്ങൾ, ആ സ്വർഗത്തിൽ ഒരു സ്ഥാനം, ഉയർന്ന സ്ഥാനം കിട്ടാൻ വലിയ കൊട്ടാരം പണിയണം എന്നല്ല പറഞ്ഞത്. അല്ലെങ്കിൽ കുറേ സമ്പത്ത് ശേഖരിച്ച് യതീമിന് കൊടുക്കണം, അതും പറഞ്ഞിട്ടില്ല. മറിച്ച് എന്താണ്? ആ യതീമിന് സംരക്ഷണം നൽകാനാണ് അല്ലാഹു തആല അവിടെ പ്രത്യേകം. അപ്പോൾ യതീമിന് ഏറ്റവും ആവശ്യമായത് ആ സംരക്ഷണമാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഒരു യതീം എന്ന് പറഞ്ഞ ഒരു ചെറിയ കുട്ടിയായിരിക്കുമല്ലോ അല്ലേ? ആ കുട്ടിക്ക് ഏറ്റവും വേണ്ടത് എന്താ? സംരക്ഷിക്കണ കൈയായിരിക്കും അതിന് ഏറ്റവും ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പിതാവ് കുട്ടിയിലേക്ക് കൈ നീട്ടുന്നത് പോലെ ആ യതീം കുട്ടിയിലേക്ക് ഒരാളുടെ നമ്മുടെ കൈ നീട്ടാണ് ആവശ്യം, അല്ലാതെ കുറേ സമ്പത്ത് കൊടുക്കലല്ല എന്നും അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ഖിളിർ അലൈഹിസ്സലാം, സൂറത്ത് കഹ്ഫുകളെല്ലാം വെള്ളിയാഴ്ച ഓതാറില്ലേ? അതിൽ സംഭവം വിവരിക്കണ്ടല്ലോ അല്ലേ? മൂസാ നബി അലൈഹിസ്സലാമും ഖിളിർ അലൈഹിസ്സലാമും യാത്ര പോകുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ പോരെ, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യാത്ര പോകുമ്പോൾ എങ്ങനെ പോണേ? കപ്പലിൽ കയറി കുറേ അടുത്തെപ്പോൾ എന്തുണ്ടായി? കപ്പലിന് ഓട്ടുണ്ടാക്കി അല്ലേ? മൂസാ നബിക്ക് സഹിച്ചില്ല. മൂസാ നബി എന്ത് ചെയ്തു? കയർത്തു. കുറേ എത്തിയപ്പോൾ എന്തായി? ഒരു കുട്ടിയെ പിടിച്ചെടുക്കുന്നു അല്ലേ? ബുദ്ധിക്ക് യോജിക്കത് എന്താ? ഇപ്പം ഖിളിർ അലൈഹിസ്സലാമിൻ്റെ കൂടെ പോണെന്തിനാ മൂസാ നബിക്ക് അറിയാത്ത പല വിവരങ്ങളും ആരുടെ അടുത്തുണ്ട്? ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തുണ്ട് അല്ലേ? ഖിളിർ നബിയാണെന്നല്ല എന്നൊക്കെ പറയേണ്ടത്, ഏതായാലും ഖിളിർ അലൈഹിസ്സലാമിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഖിളിർ അലൈഹിസ്സലാം ചെയ്ത ഈ പണി, കുട്ടിയെ പിടിച്ചു കൊല്ലുക എന്നുള്ള പണി ആർക്കിഷ്ടപ്പെട്ടില്ല? മൂസാ നബി അലൈഹിസ്സലാമിന് ഇഷ്ടപ്പെട്ടു. അവസാനം എനിക്കെൻ്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പോന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ പോരണ്ട, എനിക്കൊരിക്കലും എൻ്റെ സാധാരണ ആ ബുദ്ധി കൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ചെയ്യണം എന്താ? കപ്പൽ ഓട്ടുണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഒരു കുട്ടിയെ പിടിച്ച് കൊല്ലുകയാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാജ്യത്തെത്തുകയാണ്, ഒരു കറിയയിലെത്തുകയാണ്. ആ കറിയയിലെത്തുമ്പോൾ അവിടെ ഉണ്ട് പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ അല്ലേ? ആ നാട്ടുകാർക്ക് ഇവർ രണ്ടാളും അപരിചിതരാണ്. അവരോട് ഇത്തിരി വെള്ളം കുടിക്കാൻ, ഇത്തിരി ഭക്ഷണം തരിയെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ അപരിചിതരാണ്, നിങ്ങൾക്ക് ഭക്ഷണമില്ല, ഇവിടെ വെള്ളമില്ല, നിങ്ങൾ ഏത് നാട്ടുകാരാണ് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വെള്ളമൊന്നും തരൂല എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പൊളിഞ്ഞു വീഴാറായൊരു മതിലുണ്ട്. അത് എന്ത് ചെയ്തു? ഖിളിർ അലൈഹിസ്സലാം ഭക്ഷണം കൊടുക്കാത്ത ഈ കൗമിന് എന്ത് ചെയ്ത്? അത് പുതുക്കി പണിതാട് കൊടുത്തു അല്ലേ? മൂസാ നബി അലൈഹിസ്സലാമിന് കലിയട് കയറി. എന്താണ് ഒരു തുള്ളി വെള്ളം ചോദിച്ചിട്ട് തരാത്ത ഈ കൗമിനാണോ നിങ്ങൾ എന്ത് ചെയ്തത്? മതിൽ കെട്ടിക്കൊടുത്തത്. വല്ലാത്ത മനുഷ്യൻ തന്നെ നിങ്ങൾ, വല്ലാത്തൊരു പണി തന്നെ നിങ്ങൾ ഈ ചെയ്ത്. അവസാനം ഖിളിർ അലൈഹിസ്സലാം ഇതിൻ്റെ ഒക്കെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ. കപ്പലിന് ഓട്ടുണ്ടാക്കിയത് എന്തിനായിരുന്നു? ബോർഡറുണ്ട്, ബോർഡറിൽ നല്ല കപ്പലൊക്കെ ആര് പിടിച്ചെടുക്കും? രാജാവ് പിടിച്ചെടുക്കും. അതിന് കഴിച്ചിലാവാനാണ് എന്ത്? കപ്പലിന് ഓട്ടുണ്ടാക്കിയത് അല്ലേ? ആ ചുമര് എന്തിനാ കെട്ടിപ്പണി കൊടുത്തത്? അല്ലാഹു തആല പറയാണ്, വ അമ്മൽ ജിദാറു. ഖിളിർ അലൈഹിസ്സലാം പറയുന്നതായി വിശുദ്ധ ഖുർആൻ പറയും, വ അമ്മൽ ജിദാറു. ആ ചുമരുണ്ടല്ലോ, ഫകാന ലി ഗുലാമൈനി യതീമൈനി. 2 യതീം കുട്ടികൾക്കുള്ളതാണ്, 2 അനാഥ കുട്ടികൾക്കുള്ളതായിരുന്നു ആ ചുമര്. ഫിൽ മദീന, ആ പട്ടണത്തിലെ. വക്കാന തഹ്തഹു കൻസുൽ ലഹുമ.
ആ പിന്നെ ചുമരിൻ്റെ അടിയിൽ എന്തുണ്ട്? അവർക്കുള്ള നിധിയുണ്ട്. വക്കാന അബൂഹുമ സ്വാലിഹ, അവരുടെ ബാപ്പ സൽക്കർമ്മം ചെയ്യുന്ന സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു അല്ലേ? അപ്പം ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഇവർ വളർന്നിട്ട് ഈ കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഈ സമ്പത്ത് ആ കുട്ടികൾക്ക് കിട്ടാം. അതിനാണ് ആ മതിലുണ്ടാക്കി കൊടുത്തത്. ഇവിടെ ഈ സംഭവത്തിൽ ഹിദർ അലൈഹിസ്സലാം പറഞ്ഞത് 2 യത്തീം കുട്ടികളുടെ കാര്യമാണ്. അപ്പം നോക്കി നിങ്ങൾ, ആ പ്രവാചകന്മാർ യത്തീം കുട്ടികളെ എത്രയാണ് പരിഗണിച്ചത്. ഒരു വെള്ളം പോലും കിട്ടാതെ യത്തീം കുട്ടികളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ആര് പിന്നെ പണി ചെയ്തു? ഹിദർ അലൈഹിസ്സലാം പണി ചെയ്തു. എന്ന് മാത്രമല്ല, വാപ്പ നല്ലോനാണെങ്കിൽ വക്കാൻ അബൂഹുമ സ്വാലിഹ, വാപ്പയാകുന്ന ഞാനും നിങ്ങളുമൊക്കെ നല്ല പ്രവർത്തനം ചെയ്യണ സൽക്കർമ്മം ചെയ്യണ വാപ്പയാണെങ്കിൽ മക്കളെ അള്ളാഹു എന്ത് ചെയ്യും? സംരക്ഷിക്കും. മക്കൾക്കുള്ള സമ്പത്തും അള്ളാഹു തആല സംരക്ഷിക്കും എന്ന് ആ മുഫസ്സിറുകൾ പറയുന്ന കാണാം. നോക്കി നിങ്ങൾ, ഞാനും നിങ്ങളൊക്കെ ഇപ്പം എന്തിനാ ഇപ്പം ഇങ്ങനെ ഈ ഖുർആൻ ക്ലാസ്സിന് ഇത്ര അടങ്ങാറായി വരുന്നത്? ഈ സൽക്കർമ്മം മൂലം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ആസാറ് എന്ത് കൊടുക്കും? മക്കൾക്ക് കൊടുക്കുന്ന. ഇനി ബാപ്പ നല്ലോനാവണം, ബാപ്പ നന്മ പ്രവർത്തിക്കുന്നവനാണ്. എന്തെങ്കിലും ഭൗതിക നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് നന്മ പ്രവർത്തിക്കലല്ല, മറിച്ച് റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്തൊരു നന്മ പ്രവർത്തിക്കുന്നുവോ, സ്വാലിഹായ അമൽ പ്രവർത്തിക്കുന്നുവോ, അതിൻ്റെ അനന്തരഫലം ആർക്ക് കിട്ടും? നമ്മുടെ മക്കൾക്ക് കിട്ടും. നമ്മുടെ മക്കളുടെ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. മക്കളെ സംരക്ഷിക്കാനും അത് കാരണമാകും എന്നതാണ്. മാത്രമല്ല, അവരുടെ സമ്പത്തിനൊരു ബർക്കത്തുണ്ടാവാൻ വാപ്പ ചെയ്യുന്ന കർമ്മം കാരണമാകും എന്ന് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ വിവരിക്കുന്ന കാണാം. നോക്കി നിങ്ങൾ, അപ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ യത്തീം കുട്ടികളുടെ കാര്യം എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കും. ഇനി അടുത്ത ആയത്ത് എന്താ പറയുന്നത്? അപ്പോൾ വല്ലാ തുക്രിമൂനൽ യതീം, ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തത് വലാ തഹാളൂന, അതിൻ്റെ അർത്ഥം പ്രോത്സാഹനം നൽകുന്നില്ല. എന്തിന്? അലാ ത്വആമിൽ മിസ്കീൻ, പട്ടിണി പാവത്തിന്, പാവപ്പെട്ടവർക്ക് ആഹാരം നൽകാൻ ആഹാരം നൽകുന്നില്ല എന്നാണോ പറയുന്നത്? ഇല്ല, ആഹാരം നൽകാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു യതീം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഒരു മിസ്കീൻ ഉണ്ട് കേട്ടോ എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. എനിക്ക് കൊടുക്കാൻ കഴിയില്ല, എൻ്റെ അടുത്തൊരു ദീനാറും ഉണ്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യും? ആ ദീനാറില്ലാത്ത എനിക്ക് അങ്ങേപ്പുറത്ത് നിങ്ങൾ അയലൊക്കത്തെ ഒരാൾ ഇങ്ങനെ പട്ടിണി ഉണ്ട് കേട്ടോ, ജോലി ഇല്ലാത്തതുണ്ട് കേട്ടോ എന്ന് പറയാൻ ആർക്ക് കഴിയും? എനിക്കും നിങ്ങൾക്കും കഴിയും. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് എന്താണ്? അതിനൊരു പ്രോത്സാഹനം, ഒരു പ്രോത്സാഹനത്തിൻ്റെ ഒരു വാക്ക് മതി. ഹലോ അസ്സലാമു അലൈക്കും എന്നൊരു ഫോൺ ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരാളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, മതി അല്ലേ? ആ പ്രോത്സാഹനം, ആ ഒരു പ്രേരണയാണ് അല്ലാഹു തആല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ സമൂഹത്തിൽ നിന്നുണ്ടാവേണ്ടത് എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ നോക്കി നിങ്ങൾ, ഒരു ഉദാഹരണം. അപ്പം സമൂഹത്തിൻ്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഏത്? സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഏത്? പട്ടിണിപ്പാവങ്ങളുടെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകുക എന്നുള്ളത്. നോക്കി, ഉദാഹരണമായിട്ട് ഒരു വീട്ടിൽ ഇഷ്ടം പോലെ, ഇപ്പം ഈ വീട്ടിൽ ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. അടുത്ത വീട്ടിൽ അയൽവക്കത്ത് ഒരു കുട്ടി ഇങ്ങനെ വിശന്ന് നിൽക്കണുണ്ട്. ഇവിടെ പ്രശ്നം ആ വിശന്ന പട്ടിണി പാവമായ കുട്ടി ഉണ്ടായതല്ല ഇവിടെ പ്രശ്നം, മറിച്ച് എന്താ? ഈ ധാരാളം ഭക്ഷണമുള്ളവൻ ധാരാളമായി പിന്നെ മുക്കറ്റോളം തിന്നിട്ട് അവനെ പരിഗണിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭക്ഷണം ഉണ്ടായതാണോ പ്രശ്നം? അല്ല, ആ പരിഗണന ഇല്ലാത്തതാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഇതേ അനുഗ്രഹം കിട്ടുന്നുണ്ടോ, അതിൻ്റെ ഒരു ഭാഗം മുഴുവൻ കൊടുക്കാൻ പറയില്ല, അതിൽ വെള്ളം കൂട്ടിയിട്ടെങ്കിലും ഒരിത്തിരി അങ്ങോട്ട് കൊടുക്കാനാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കും. അപ്പോൾ ഈ ഒരു സഹകരണം, വതആവനു അലൽ ബിർരി വത്തഖ്വ, തഖ്വയുടെയും പുണ്യത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരണം വേണം, സഹകരിക്കണം എന്നാണ്. അള്ളാഹു തആല മറ്റൊരായത്ത് പറയുന്ന കാണാം, നാളെ സ്വർഗലോകത്ത് പുണ്യവാളന്മാരായ ആളുകൾ അവർ പറയുന്ന അവർക്കുള്ള കുറേ സ്വഭാവങ്ങൾ അല്ലാഹു തആല എടുത്തു പറയുന്നുണ്ട്. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അല്ലേ?
അവർ ഭക്ഷണം നൽകും. ആര്? പുണ്യവാളന്മാരായ ആളുകളുടെ സ്വഭാവം സ്വർഗത്തിൽ എന്താണ്? ആ ഭക്ഷണത്തോട് അവർക്ക് അങ്ങേയറ്റത്തെ താല്പര്യമുണ്ടായിരിക്കെ തന്നെ പട്ടിണി പാവത്തിനും അനാഥക്കും പിന്നെ ബന്ധനസ്ഥരായ ജയിലിലൊക്കെയുള്ള ആളുകൾക്ക് അവർ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്ന്. അപ്പം അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു കാര്യമാണിത്, പട്ടിണി പാവത്തിനും യതീമിനും ഒക്കെ ഭക്ഷണം നൽകുക എന്നുള്ളത്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇന്നമാനു തഅമുക്കും ലിവജിഹില്ലാ, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം തന്ന അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ ഒരു പ്രതിഫലമോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും കണ്ണുകൊണ്ട് കാണാൻ പറ്റും. മക്കത്ത് ഹറമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കിണ്ടോ, നോമ്പൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഭക്ഷണമാണ് അവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിച്ച് വലിച്ചവർ ഇരുത്തും. എന്താ ഓൽക്കയിൽ നിന്ന് കിട്ടണ? ഓല പൈസ പോയി എന്നല്ല എന്തെങ്കിലും കിട്ടും ഓൽക്ക്? നിങ്ങളെ ഒരാഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ കാണും, പിന്നെ നിങ്ങളെ കാണുമോ? ഓല് ഇല്ല. എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ നിങ്ങളെ നിന്ന് കിട്ടുന്നു? ഒന്നുമില്ല. എന്താ അവിടെ കാരണം? ഇന്നമാനു തഅമുക്കും ലിവജിഹില്ല, അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഭക്ഷണം നൽകുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ സ്ഥാനം ഉണ്ടാകും എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ വിവരിക്കണം. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട വിഷയം, നമ്മളൊരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ ഒരു കാരക്കാണ് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം, മതി. പക്ഷെ നമ്മുടെ നിയ്യത്ത് എന്താണ്? ഇതുകൊണ്ട് ഞാൻ ഭൗതികമായ ഒരു നേട്ടം, അയാളുടെ മനസ്സിൻ്റെ താല്പര്യമോ അയാൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവാനോ ഒന്നുമല്ല, മറിച്ച് എന്താണ്? റബ്ബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പണി ഞാൻ ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തോട് കൂടിയാവുമ്പോൾ അത് വലിയ പുണ്യകർമ്മമായി മാറും എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടുത്തേക്ക് മലക്കുകൾ അതിഥിയായി വന്നല്ലോ, അല്ലേ? ആ സംഭവം നിങ്ങൾക്ക് അറിയാം. ഹല്ലത്താക്ക ഹദീസു ലൈഫി ഇബ്രാഹിമൽ മുക്രമീൻ, മാന്യരായ ഇബ്രാഹിം നബിയുടെ മാന്യരായ അതിഥികൾ വന്ന ആ സന്ദർഭം, അല്ലേ? ഇബ്രാഹിം നബിയുടെ അടുത്ത് മലക്കുകൾ മനുഷ്യരൂപത്തിൽ അതിഥികളായി വന്നു. ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ, ഇബ്രാഹിം നബിയുടെ അടുത്ത് അവർ വന്നിട്ട് മനുഷ്യരൂപത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. കാല, ഇബ്രാഹിം നബി എന്ത് ചെയ്തു? സലാം വീട്ടി. എന്നിട്ട് പറഞ്ഞു, കൗമ മുൻകറൂൻ, നിങ്ങളൊരു അപരിചിതരമായ മനുഷ്യരാണല്ലോ, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടില്ല. എന്നിട്ട് ഇബ്രാഹിം നബി വേഗം എന്ത് ചെയ്യാണ്? ഫറാഗ ഇല അഹ്ലിഹി, കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോവാ, ഭാര്യൻ്റെ അടുത്തേക്ക് പോവാൻ. എന്നിട്ട് എന്താ? ഫജാഅ ബിഅജ്ലിൻ സെമീൻ, തടിച്ചു കൊഴുത്ത ഒരു കാളക്കുട്ടിയെ പാകം ചെയ്തുകൊണ്ട് അതിഥിയേക്ക് വെച്ചു കൊടുക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ ചിന്താവിഷയമുണ്ട്. എന്തിനാ അപ്പോൾ ഈ ആയത്ത് കൊണ്ടുവന്നത്? നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നപ്പോൾ നിങ്ങൾ അപരിചിതരാണ് എന്ന് പറഞ്ഞെങ്കിൽ വേഗം നിങ്ങൾക്ക് ഭക്ഷണം എടുക്കട്ടെട്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് പോവാണ്? ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് പാവപ്പെട്ടവരോടും അതിഥികളോടും നമ്മൾ ചെയ്യേണ്ട മര്യാദ, അല്ലേ? അവരിങ്ങനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം തരി എന്ന് ചോദിക്കാൻ അവസരം കൊടുക്കരുത്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളെത്തി എന്തെങ്കിലും ഭക്ഷിക്കാണ്ടോ? ഞാൻ അവിടുന്ന് പിന്നെ ഫൈഹേന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഇന്ന കേരളത്തിൽ നിന്ന് വന്നാണ്, ഒന്നും കിട്ടിയില്ല എന്ന് പറയാൻ എന്തില്ല അവസരം. ഒരു അതിഥി വന്നാൽ വേഗം പോയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഉറപ്പാണ് അവന് ഭക്ഷണത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത്, വെള്ളത്തിന് ആവശ്യമുണ്ട്, അത് കൊണ്ടുപോയി കൊടുക്കുക. ഇതാണ് ഇബ്രാഹിം നബിയുടെ ആ സംഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാവപ്പെട്ടവരും അതിഥികളായ പാവപ്പെട്ടവരൊക്കെ വരുമ്പോൾ അവിടെ ചോദിക്കാൻ അവസരം കൊടുക്കരുത്, ആ രൂപത്തിൽ അവരെ ഭക്ഷിപ്പിക്കണം എന്നതാണ് അത്. ഇതാണ് ഇസ്ലാമിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ. ഇത് മറ്റൊരു മതത്തിൽ നമുക്ക് നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടോ? ഞാൻ എടുക്കട്ടെ. ഇപ്പം ഇന്ന് വളരെ ഉന്നതരായ ആളുകളൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതിനെ ചോദിക്കാൻ തന്നെ അവസരം കൊടുക്കരുത് എന്നാ. ചോദിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അടുത്തുന്നോളൂ, അല്ലേ? അപ്പം അതാണ് വേണ്ടത്. അപ്പം ആവശ്യക്കാരൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കണം എന്ന ആ സംഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞോ? എന്നാൽ അടുത്ത ആയത്ത് പിന്നെ എടുക്കാം, അല്ലേ? അപ്പം ആയത്തൊന്ന് നോക്കി. എന്തിനാ ഈ കാര്യം അല്ലാഹു തആല ഇവിടെ പ്രത്യേകം പറഞ്ഞത്? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് നൽകിയത് അതൊരു അനുഗ്രഹമാണെങ്കിലും ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം ആർക്ക് അവകാശപ്പെട്ടതാണ്? അനാഥക്ക് അവകാശപ്പെട്ടതാണ്. മറ്റൊരു ഭാഗം പട്ടിണി പാവങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ കൊടുത്തേ തീരൂ. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചിന്താഗതി ഉണ്ടാവില്ല, എൻ്റെ യോഗ്യത കൊണ്ടാണ് ഈ സമ്പത്ത് കിട്ടിയത്, ഞാൻ പിന്നെ സീറോ എന്ന് പടുത്തുയർത്തിയ കച്ചവടത്തു കൂടിയാണ് എൻ്റെ ഈ ബാലൻസൊക്കെ അക്കൗണ്ടൊക്കെ ഞാൻ ഉണ്ടാക്കി കൂട്ടി എന്ന ധാരണയല്ല. അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ്.
ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് അവകാശപ്പെട്ടതല്ല, മറ്റുള്ളവർക്കുള്ളതാണ് എന്ന ആ തോന്നൽ നമുക്ക് ഉണ്ടാകുമ്പോൾ സമ്പത്ത് അനുഗ്രഹം അല്ലാതെ വരുമ്പോൾ സമ്പത്ത് എന്താവും? വിപത്തായി മാറും എന്നതാണ് ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്.